ഹായ് പേരെ ബച്ചോ, MS സൊല്യൂഷന്റെ ഉറുദു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഉറുദുവിന്റെ സൽമാൻ സാർ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കിർദാർ നോട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ പരീക്ഷാ ചോദ്യ പേപ്പറുകളിൽ കൂടുതൽ വരുന്ന ഒരു ചോദ്യമാണ് ഒരു ക്യാരക്ടർ സ്കെച്ച് നിർമ്മിക്കാൻ വേണ്ടി, അതായത് ഒരു കഥാപാത്രത്തിനെ നിരൂപിച്ചുകൊണ്ട് എഴുതാൻ വേണ്ടി ചോദ്യം വരാറുണ്ട്. അപ്പോൾ നോക്കൂ, എങ്ങനെ ഒരു ക്യാരക്ടർ സ്കെച്ച് നിർമ്മിക്കാം. ഇവിടെ ഞാൻ ഒരു ക്യാരക്ടർ സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മഞ്ഞ വരയിട്ട സ്ഥലങ്ങളിൽ മാത്രം നിങ്ങൾ മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു ക്യാരക്ടർ സ്കെച്ച് നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും. നോക്കൂ, ഇവിടെ ആദ്യത്തെ വരിയിൽ തന്നെ ഏ കഹാനി അല്ലെങ്കിൽ നസം രണ്ട് വാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു കഥയെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, കഹാനി എന്ന് കൊടുക്കുക. ഒരു കവിതയിലെ ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഇവിടെ നസം എന്ന് കൊടുക്കുക. എന്തായാലും ഏ കഹാനി മേം, ഈ കഥയിൽ മേരെ പസന്ദീദ് കിർദാർ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ക നാം, ആ കഥാപാത്രത്തിന്റെ പേര് ഡാഷ് ഹേ, ഡാഷ് ആണ്. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് എന്ത് ചെയ്യാം, കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സൽമാൻ എന്ന് പേര് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിന്റെ, ഈ കഥയിലെ കഥാപാത്രത്തിന്റെ പേര് സൽമാൻ ആണ്. ബാക്കി നോക്കൂ, വോ ഇസ് കഹാനിക്ക്, വോ അദ്ദേഹം, ഇസ് കഹാനിക്ക ഈ കഥയുടെ ഏക്ക് മർക്കസി ഔർ അഹം കിർദാർ ഹേ, ഒരു പ്രധാന കേന്ദ്ര കഥാപാത്രമാണ്. മർക്കസി എന്ന് പറഞ്ഞാൽ കേന്ദ്ര, അഹം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട, ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര കഥാപാത്രമാണ്. വോ ഇസ് കഹാനി മേ, അദ്ദേഹം ഈ കഥയിൽ ഏക്ക് ഒരു ഡാഷ് ഹേ, ഡാഷ് ആണ് എന്നുള്ളിടത്ത് അദ്ദേഹത്തിന്റെ റോൾ എന്താണോ ആ കഥയിൽ എന്നുള്ളത് എഴുതാൻ പറ്റും. ഇവിടെ ഈ സൽമാൻ എന്നുള്ളത് ഒരു ഉസ്താദായിട്ടാണ് വരുന്നത്. അപ്പൊ എന്താണ്, വോ ഇസ് കഹാനി മേ, അദ്ദേഹം ഈ കഥയിൽ ഏക്ക് ഒരു ഉസ്താദ് കി ഹൈസിയത്ത് സെ, ഉസ്താദിന്റെ റോളിൽ ഹമാരെ സാമനെ, നമ്മുടെ മുമ്പിൽ ആതാ ഹേ, വരുന്നു. ബാക്കി നോക്കൂ, അഗർ ഹം ഇസ്കി ഖുസൂസിയാത്ത് കി ബാത്ത് കരേം, നമ്മൾ അദ്ദേഹത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുകയാണെങ്കിൽ തോ അപ്പോൾ വോ ബഹൂത്ത് ഡാഷ് ഇൻസാൻ ഹേ, അദ്ദേഹം ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. എങ്ങനെയുള്ളൊരു മനുഷ്യൻ, അവിടെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, അദ്ദേഹം നല്ല കരുണയുള്ള മനുഷ്യനാണ്, അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ് എന്നെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഴുതാൻ പറ്റും. അപ്പം എന്ത് ചെയ്യാം, അഖിൽമന്ത് എന്ന് എഴുതി കൊടുത്താൽ എന്താണ്, അഖിൽമന്ത് നല്ല ബുദ്ധിമാനായ ആളാണ് എന്നതിന് അർത്ഥം വെക്കാൻ പറ്റും. ബാക്കി നോക്കൂ, അപ്പോ വോ അദ്ദേഹം ബഹൂത്ത് അഖൽമന്ത് ഇൻസാൻ ഹേ, വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ്. ഔർ ഉസ്ക അഖ്ലാഖ് ബഹൂത്ത് അച്ഛാ ഹേ, അദ്ദേഹത്തിന്റെ സ്വഭാവം വളരെ നല്ലതാണ്. മുജെ യേ കിർദാർ ഇസ്ലിയെ ബഹൂത്ത് പസന്ത് ഹേ, എനിക്ക് അദ്ദേഹത്തിന്റെ ഈ കഥാപാത്രത്തെ വളരെയധികം ഇഷ്ടമാണ്. കണ്ടോ, മുജെ എനിക്ക് യേ കിർദാർ ഈ കഥാപാത്രത്തെ ഇസ്ലിയെ ഇതുകൊണ്ട് ബഹൂത്ത് പസന്ത് ഹേ വളരെ ഇഷ്ടമാണ്. ക്യോങ്കെ എന്തുകൊണ്ടെന്നാൽ, ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്നത് എന്ന് എന്ത് ചെയ്യാം, ഈ സ്ഥലത്ത് എഴുതി കൊടുക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ കാരണത്തെ ഇവിടെ എഴുതി കൊടുക്കാം. എന്നിട്ട് പറയോ, മുഖ്തസർ, ചുരുക്കി പറഞ്ഞാൽ ഉസ്കാ കിർദാർ ഹമേം ഏക്ക് അച്ഛാ സബക് ദേത്താ ഹേ, അദ്ദേഹത്തിന്റെ കഥാപാത്രം നമുക്ക് നല്ലൊരു പാഠമാണ് നൽകുന്നത്. സാർ ഇതിനെ പൂരിപ്പിച്ച രൂപം ഈ കാണിച്ചു തരാം. നോക്കൂ, നമ്മൾ അവിടെ നൽകിയ രൂപത്തെ ഒന്ന് പൂരിപ്പിച്ചതാണിത്. ഏ കഹാനിമേം, ഈ കഥയിൽ മേരെ പസന്ദീദ കിർദാർ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം का नाम, അതിന്റെ പേര് അഹ്മദ് ഹേ, അഹ്മദ് ആണ്. വോ ഇസ് കഹാനി കാ ഏക് മർക്കസി ഔർ അഹം കിർദാർ ഹേ, അവൻ ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര കഥാപാത്രമാണ്. വോ ഇസ് കഹാനി മേം ഏക് ഉസ്താദ് കി ഹൈസിയത്ത് സെ ആതാ ഹേ, അദ്ദേഹം ഈ കഥയിൽ ഒരു ഉസ്താദ് കി ഹൈസിയത്ത് സെ, ഒരു ഉസ്താദിന്റെ രൂപത്തിൽ ഹമാരെ സാമനെ ആതേ ഹേ, നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അഗർ ഹം ഉസ്കി ഖുസൂസിയാത്ത് കി ബാത്ത് കരേം, നമ്മൾ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ തോ അപ്പോൾ വോ ബഹൂത്ത് അഖിൽമന്ത് ഇൻസാൻ ഹേ, അദ്ദേഹം വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ്. ഔർ ഉസ്ക അഖ്ലാഖ് ബഹൂത്ത് അച്ഛാ ഹേ, അദ്ദേഹത്തിന്റെ സ്വഭാവം വളരെ നല്ലതാണ്. മുജെ യേ കിർദാർ ഇസ്ലിയെ ബഹൂത്ത് പസന്ത് ഹേ, എനിക്ക് അദ്ദേഹത്തിന്റെ ഈ കഥാപാത്രത്തെ വളരെ ഇഷ്ടമാണ്. ക്യോങ്ക എന്തുകൊണ്ടെന്നാൽ വോ തമാം ബച്ചോം സെ,
അദ്ദേഹം എല്ലാ കാര്യങ്ങളെയും എല്ലാ കുട്ടികളെയും പ്യാർ കർത്താ ഹെ, വളരെയധികം ഇഷ്ടപ്പെടുന്നു. और उन्हें अच्छे अखलाक और मेहनत की अहमियत सिखाता है, അവർക്ക് നല്ല സ്വഭാവത്തിന്റെയും അധ്വാനത്തിന്റെയും എല്ലാം പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കുന്നു. वो हमेशा दूसरों की मदद के लिए तैयार रहता है, അവർ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. മുഖ്തസർ, ചുരുക്കി പറഞ്ഞാൽ ഏക്ക് എന്തുകൊണ്ടെന്നാൽ ഉസ്കാ കിർദാർ ഹമേം ഏക്ക് അച്ഛാ സബക് ദേത്താ ഹെ, അദ്ദേഹത്തിന്റെ കഥാപാത്രം നമുക്ക് നല്ലൊരു പാഠം നൽകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കഥാപാത്രത്തെ കുറിച്ച് ഒരു കിർദാർ നോട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു രൂപം. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും എന്ത് ചെയ്യുക, ഇതേപോലെയുള്ള ഫോർമാറ്റുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ MS സൊല്യൂഷന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ശുക്രിയ.